മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് മകരസംക്രാന്തിയാണ്. മകരസംക്രാന്തി എന്ന വാക്കിന് സംക്രാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം, സം എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്ലോറിയസ്. എവിടെയെല്ലാം സം എന്ന പ്രത്യയത്തോടുകൂടി വാക്കുകൾ വരുന്നു, സംഘടന, സന്തോഷം, സംവത്സരം, സംതൃപ്തി, അങ്ങനെയുള്ള സം എന്ന് പറയുമ്പോൾ ഗ്ലോറിയസ് എന്നർത്ഥം. ഇപ്പോ സംക്രാന്തി എന്ന് വെച്ചാൽ വിപ്ലവം, പരിവർത്തനം. ക്രാന്തി വിപ്ലവം, പരിവർത്തനം. സംക്രാന്തി ഗ്ലോറിയസ് ആയിട്ടുള്ള പരിവർത്തനമാണ്. ഇപ്പൊ മകരസംക്രാന്തി ഇവിടെ തുലാം, വൃശ്ചികം, ധനു, മകരം. മകരമാസത്തിലേക്ക് ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കുമ്പോൾ മകരമാസത്തിലേക്ക് സൂര്യൻ കടക്കുകയാണ്. മകരമാസത്തിലേക്കല്ല, മകരം രാശിയിലേക്ക് കടക്കുന്നു. സൂര്യൻ ഏത് രാശിയിലാണോ ഉള്ളത് ആ രാശിയുടെ പേരാണ് 30 അല്ലെങ്കിൽ 31 ദിവസത്തേക്ക്. 31 ഡിഗ്രിയാണ് രാശിക്കുള്ളതെങ്കിൽ ഏകോന്ന ഷഷ്ടിലിപ്താഹ അഷ്ടൗ വിലിപ്ത. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി കറങ്ങുന്നത് 59 ഡിഗ്രി 59 മിനിറ്റ് 8 സെക്കൻഡ് ആംഗുലർ വെലോസിറ്റിയിലാണ്. ഏക ഊന ഷഷ്ടിലിപ്താഹ അഷ്ടൗ വിലിപ്ത. അപ്പോ 360 ഡിഗ്രി ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ ആ 360 ഡിഗ്രിയെ 12 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആ 12 തിരിച്ചിരിക്കുന്നത് സൂര്യൻ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഏത് രാശിയിലേക്ക് മാറുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോ മകരരാശിയിലേക്ക്, വൃശ്ചികം, ധനു, മകരം, ധനു രാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് സൂര്യൻ കടക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് സംക്രാന്തി, പുണ്യകാലം എന്ന്. ഇതൊരു പരിവർത്തനത്തിൻ്റെയാണ്. പുതുവർഷം ആരംഭിക്കുന്നു, പുതിയ ദിവസം ആരംഭിക്കുന്നു, വീക്കെൻഡ് കഴിഞ്ഞ് പുതിയ വീക്ക് ബിഗിനിങ് ഉള്ള. ഇപ്പൊ ദിവസം ആരംഭിക്കുന്നത് സൂര്യോദയത്തോടു കൂടിയാണ്, ആഴ്ച ആരംഭിക്കുന്നത് ചന്ദ്രന്റെ പേരോടുകൂടിയാണ്, മാസം ആരംഭിക്കുന്നത് സൂര്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. സൂര്യൻ എവിടെ നിൽക്കുന്നു ആ സൂര്യോദയത്തിലൂടെ ദിവസം ആരംഭിക്കുന്നു. സൂര്യൻ കടക്കുന്നതിലൂടെ മാസം ആരംഭിക്കുന്നു. ഇപ്പൊ മകരം രാശിയിലേക്ക് സൂര്യൻ കടക്കാം, മകരസംക്രാന്തി. ശരിക്കും രാശി ചക്രത്തെ ഇങ്ങനെ വരച്ചാല് ഈ മുകളിലത്തെ പകുതി ഭാഗം അത് മകരം മുതൽക്ക് മിഥുനം വരെയാണ്. മകരം മുതൽക്ക് മിഥുനം വരെ രാശിചക്രത്തിന്റെ മുകൾ ഭാഗമാണ്. വരയ്ക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭൂമിയിൽ വെക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് അത് നിൽക്കും. അപ്പോ വളരെ വളരെ ഭംഗിയായിട്ട് പുണ്യകാലമായിട്ട് കണക്കാക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത് മാറ്റത്തിൻ്റെ ആരംഭമായിരിക്കണം. സംക്രാന്തി ഗ്ലോറിയസ് റവല്യൂഷൻ, ഗ്ലോറിയസ് ആയിട്ടുള്ള ചേഞ്ച്. അപ്പൊ ഇന്ന് മുതൽക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തൊഴുകയോടെ പറയാനാണുള്ളത്, നമ്മുടെ ആധുനിക ലോകത്തിലെ എല്ലാ നന്മകളും നമ്മൾ നിലനിർത്തണം. സിനിമ കാണണം, സീരിയൽ കാണണം, TV വേണം, പ്രഷർ കുക്കർ വേണം, മിക്സി വേണം, ഗ്രൈൻഡർ വേണം, വാക്കിംഗ് ഔട്ടിന് പോകണം, ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലിൽ പോകണമെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം, നല്ല സിനിമ കാണണം, പാർക്കിൽ പോകണം, നല്ല ഡ്രസ്സ് വേണം. ആഡംബരങ്ങൾ ശരീരത്തിനും കുടുംബ ബന്ധത്തിനും മനസ്സിനും നന്മ തരുന്ന, താങ്ങാൻ സാധിക്കുന്ന സാമ്പത്തികതയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാ ആധുനികമായിട്ടുള്ള നന്മകളും നാളെ പ്രശ്നം വരാത്ത വിധത്തിലുള്ളത് ഇന്ന് നമുക്ക് ജീവിതത്തിൽ പകർത്തണം. അതിലൊന്നിലും മാറ്റം വരുത്തണ്ട. പക്ഷേ നമ്മുടെ പൂർവകാല ചരിത്രത്തിൽ കുറേ നന്മകളുണ്ട്. നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിരുന്നു, 5-5:30 എഴുന്നേൽക്കും. 5:30 കുറച്ച് നേരത്തെ എഴുന്നേൽക്കാം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കാം, കിടക്കയിലിരുന്നൊന്ന് പ്രാർത്ഥിക്കാം,
ചില ദിവസങ്ങൾ സാധിച്ചില്ല, വേണ്ട, സാധിക്കുന്ന ദിവസം ചെയ്യാം. രാവിലെ പല്ല് തേക്കാതെ കുളിക്കാതെ ചായയോ കാപ്പിയോ കുടിക്കരുത്. ആദ്യം വേണ്ടത് പല്ല് തേച്ച് നാക്ക് വടിച്ച് മുഖം കഴുകി രാവിലെ തന്നെ കുളിക്കുക. കേരളീയന്റെ ലക്ഷണം പ്രഭാത സ്നാനമാണ്. രാവിലെ തന്നെ കുളിക്കുക. മാത്രമല്ല, രാവിലെയും വൈകുന്നേരവും നിർബന്ധമായും വീട്ടിൽ വിളക്കത്തിക്കണം. 20 മിനിറ്റെങ്കിലും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിൽ ഒരു തുളസിത്തറ ഉണ്ടാവണം. ഒരു ചെടിച്ചട്ടിയിൽ തുളസി വെച്ചാൽ മതി. രാവിലെയും വൈകുന്നേരവും അകത്തും പുറത്തും സാധിക്കുമെങ്കിൽ വിളക്കത്തിക്കണം. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കത്തിക്കണം. വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം കത്തിച്ചാലും മതി. സാധിക്കുമെങ്കിൽ സൂര്യാസ്തമയത്ത് കത്തിക്കാം. നമ്മുടെ വീട്ടിൽ ചിരിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവണം. നമുക്ക് ദേഷ്യപ്പെടാനും അഹങ്കരിക്കാനും വാശിയിലൂടെ കുറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. അഹങ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അഹങ്കരിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. നമുക്ക് വഴക്കിടാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വഴക്കിട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് നമ്മളാണ്. നമ്മുടെ വീട്ടില് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, യഹോവ ഈ വീടിന്റെ നിത്യസന്ദർശകൻ, അല്ലാഹു ഈ വീടിന്റെ നാഥൻ എന്ന് എഴുതി വെച്ചാലൊന്നും ഐശ്വര്യം ഉണ്ടാവില്ല. അങ്ങനെ എഴുതി വെക്കേണ്ടതൊന്നുമല്ല, അത് എഴുതി വെച്ചോളാം. പക്ഷെ ഐശ്വര്യം ഉണ്ടാക്കുന്ന നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ വീടിന്റെ ഐശ്വര്യം. നമ്മുടെ വീട്ടിൽ ചിരിച്ചും സന്തോഷിച്ചും കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ഒരു ദിവസം കഴിഞ്ഞാൽ ആ ദിവസം പിന്നെ തിരിച്ചു വരില്ല. കാലം ഒഴുകുന്നത് ഭാവിയിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനത്തിൽ നിന്ന് ഭൂതത്തിലേക്കുമാണ് കാലം ഒഴുകുന്നത്. തിരിച്ചു കാലം ഒഴുകില്ല. ഭൂതത്തിൽ നിന്ന് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിലേക്കും വർത്തമാനകാലത്തിൽ നിന്ന് ഭാവിയിലേക്കും കാലം ഒഴുകില്ല. ഇന്നലെ എനിക്ക് ചിരിക്കാമായിരുന്നു എന്ന് ഇന്ന് ചിന്തിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ഈ മകരസംക്രാന്തി ദിവസം നല്ലൊരു ജീവിതം, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ആരംഭം. ബീയിങ് ഡിഫറൻറ്റ്. ഇന്നലത്തേതിൽ നിന്ന് ഇന്നു മുതൽക്ക് വ്യത്യാസമുള്ള ഒന്ന്. നമ്മുടെ ആഹാരത്തിൽ അടിമുടി മാറ്റം ഉണ്ടാവണം. മറ്റ് ജന്തുക്കളുടെ ശവശരീരവും ചോരയും കൊണ്ട് ഈ ശരീരം വളർത്തരുത്. ഓരോ മൃഗത്തിനെയും കയ്യും കാലും കൂട്ടി കെട്ടിയിട്ട് കഴുത്ത് പച്ച കറുത്ത ആ ഇറച്ചി റോട്ടിൽ തൂക്കി കെട്ടിയിടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു ചെറിയ മുട്ടുസൂചി കയ്യിൽ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് വേദനയാണ്. ഒരു സിറിഞ്ചെടുത്ത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എന്തൊരു വേദനയാണ്. അതിൻ്റെ കഴുത്ത് പച്ച കറുത്ത് അതിനെ കൊന്ന കൈകാലിട്ട് അടിച്ച് ആ ശവശരീരം അത് തിന്നുമ്പോൾ അത് അനുഭവിച്ച വേദനയുടെ ശാപം അത് വിൽക്കുന്നവന് മാത്രമല്ല, വിൽക്കുന്നവൻ അതിനെ കൊന്ന് വിൽക്കാൻ കാരണം നിങ്ങൾ മേടിച്ച് തിന്നാനുള്ളത് കൊണ്ടാണ്. നിങ്ങൾ തിന്നാനില്ലെങ്കിൽ അയാൾ ഒരിക്കലും ചെയ്യില്ല. എന്തുകൊണ്ട് പട്ടിയെ അറുത്ത് വിൽക്കുന്നില്ല? എന്തുകൊണ്ട് പൂച്ചയെ അറുത്ത് വിൽക്കുന്നില്ല? എന്തുകൊണ്ട് ആനയെ അറുത്ത് വിൽക്കുന്നില്ല? അതിന് കാരണം അത് അറുത്ത് വിറ്റാൽ ആരും വാങ്ങിക്കാനുണ്ടാവില്ല. അത് തന്നെയാണ്. അപ്പോൾ പശുവിനെയും ആടിനെയും നമുക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച ആ മൃഗത്തെ, എരുമയെയും പോത്തിനെയും നെക്കെ കയ്യും കാലും കെട്ടി പച്ചയ്ക്ക് കഴുത്തറുത്ത് കൊന്ന് നമ്മൾ തിന്നുമ്പോൾ ഓർമ്മിക്കുക, നമ്മളുടെ ശരീരം ഈ ചോരയും ഇറച്ചിയും ഒരു മൃഗത്തിൻ്റേത് ഉപയോഗിച്ച് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അത് ഈ മകരസംക്രാന്തിയിലെ വലിയൊരു മാറ്റമാവട്ടെ. മദ്യപിക്കുന്നുണ്ടെങ്കിൽ മദ്യം ഒഴിവാക്കാം. കാരണം ഒത്തിരി പേരെയായി അടുത്ത കാലത്ത് കാണുന്നു. എത്രയാ രോഗികൾ. എല്ലാ രോഗികളും മദ്യപിക്കുന്നവരൊന്നുമല്ല. പക്ഷേ 75% അവരുടെ രോഗം മദ്യത്തിൻ്റെ നേരിട്ടുള്ള സ്വാധീനമല്ലെങ്കിലും പരോക്ഷമായിട്ടുള്ള സ്വാധീനമാണ്. അവരുടെ ലിവർ, അവരുടെ ഹാർട്ട്, അവരുടെ ബ്രെയിൻ, അവരുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ പ്രവർത്തിക്കാതെയാവുന്നതെല്ലാം ഈ മദ്യത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. അതുകൊണ്ട്
അത് ഒഴിവാക്കാം. കൊക്കക്കോളയും പെപ്സിയും ഒഴിവാക്കാം. നല്ല നമ്മുടെ കേരളീയമായ ധന്യമായ ഭക്ഷണം അത് ഉണ്ടാക്കാൻ പഠിക്കുക. അത് ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ കഴിക്കാം. അതേപോലെ തന്നെ സന്തോഷത്തോടുകൂടി ജീവിക്കാം. ഒരു കപ്പ് ചായ കുടിക്കുകയാണെങ്കിലും ആസ്വദിച്ച് കുടിക്കാം. ഒരു സിനിമ കാണുകയാണെങ്കിലും ആസ്വദിച്ച് കാണാം. രാവിലെയും വൈകുന്നേരവും നേരത്തെ സൂചിപ്പിച്ച പോലെ 20 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാം. 21 ഗായത്രി മന്ത്രം ധന്യമായിട്ട് ജപിക്കാം. നിങ്ങൾ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം ആപ്ലിക്കബിളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ പറയില്ല. അങ്ങനെ കുറേ പേര് പകർത്തി അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി ഞാനും ഒരാൾ എഴുതി, ഞാൻ നോൺ വെജിറ്റേറിയൻ പൂർണ്ണമായിട്ട് നിർത്തി, എൻ്റെ വീട്ടുകാരൻ നിർത്തി. അപ്പം ഞാൻ അയാൾക്ക് തിരിച്ചെഴുതി, ഇനി നോൺ വെജിറ്റേറിയൻ നിർത്തുന്ന വെജിറ്റേറിയനിസത്തിലേക്ക് വരുന്ന ഒരു യജ്ഞം നിങ്ങൾ നടത്താം. നിങ്ങളുടെ പരിചയമുള്ളവരോടൊക്കെ വെജിറ്റേറിയൻ ആവാൻ പറയാം. പണ്ടൊക്കെ കേരളത്തിൽ വെജിറ്റേറിയൻ ഹോട്ടലുകൾ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ കോവളത്തിനടുത്ത സമുദ്ര ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഒരു മുക്കുവന്മാരുടെ അമ്പലമുണ്ട്. എനിക്ക് അസാധാരണമായ അനുഭവം ഉണ്ടാക്കിയിരിക്കുന്നൊരു ശാസ്താവിൻ്റെ അമ്പലമാണ് ആ സമുദ്ര ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് കോവളത്തിന് മുമ്പ്. അവിടെ വരുന്നത് മുഴുവനും വിദേശികളാണ്. ഇവിടെ ഏറ്റവും അധികം പ്രചരിച്ചിരുന്നത് മുഴുവനും സീ ഫുഡാണ്. പലതരത്തിലുള്ള മത്സ്യങ്ങളും കക്കകളും അതിൻ്റെ ഞണ്ട് ഇതിൻ്റെയൊക്കെ ഭക്ഷണമാണ്. പക്ഷെ ഇന്നലെ ഞാൻ പോയപ്പോൾ കാണാൻ സാധിച്ചത് വലിയൊരു വെജിറ്റേറിയൻ ഹോട്ടൽ, നിറച്ചും ആൾക്കാരാണ്. ആ വെജിറ്റേറിയൻ ഹോട്ടലിനകത്ത് ഏതാണ്ട് 95% വിദേശികളായിരുന്നു. അത്ഭുതം തോന്നി. വലിയ വെജിറ്റേറിയൻ ഹോട്ടൽ, നല്ല ക്വാളിഫൈഡ് ഹോട്ടൽ, വളരെ കോസ്റ്റ്ലി അല്ല. പക്ഷെ അതിനകത്ത് മുഴുവനും വിദേശികളാണ് കണ്ടത്. ഭൂരിഭാഗവും വിദേശികളാണ്. പണ്ട് തീരെ തിരക്കില്ലായിരുന്ന ആ ഭാഗത്ത് നല്ലോണം തിരക്കപ്പെടേണ്ടതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ലോകം മാറുന്ന സമയത്ത് നമ്മൾ മാറണം. ആധുനികമായിട്ടുള്ള എല്ലാം നിലനിർത്താം. നമുക്ക് സന്തോഷം തോന്നുന്നതെല്ലാം നിലനിർത്താം. പക്ഷെ ഇന്നത്തെ സന്തോഷം നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്തത് നിലനിർത്താൻ പാടുള്ളൂ. എന്നിട്ട് അടിമുടി ജീവിതത്തിൽ മാറ്റാം. നമ്മുടെ മക്കളെ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുക. കുറേശ്ശെ നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ മക്കളെയും പഠിപ്പിക്കാം. കഴിഞ്ഞ തലമുറ നമ്മൾക്ക് തന്നത് അതിലെ കുറച്ചെങ്കിലും അടുത്ത തലമുറയ്ക്ക് കൊടുക്കാം. ഭാവിയിൽ നമ്മളുടെ മക്കൾക്ക് ദുഃഖം തോന്നേണ്ട അവസരം വരരുത്. ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ധന്യമായൊരു ജീവിതം. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മളുടെ സ്വർഗവും നരകവും ഒന്നും പുറത്തുനിന്ന് ആരും അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വർഗവും നരകവും, ആകാശത്തിന് മുകളിൽ ഒരു സ്വർഗവും ഇല്ല, ഭൂമിക്ക് താഴെ ഒരു നരകവും ഇല്ല. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ഈ മകര സംക്രാന്തി പുണ്യകാലം, ആ സംക്രാന്തിയിലെ മകരജ്യോതി ശബരിമലയിൽ തെളിയുന്ന സമയം, നക്ഷത്രം ഉദിക്കുന്ന സമയം, ആ മകര സംക്രാന്തി സമയത്തോ മകരസംക്രാന്തി ദിവസത്തിൽ ശബരിമല നട തുറക്കുമ്പോൾ ആ ദിവ്യമായ രൂപം, അതിൽ വിശ്വാസമുള്ളവർ, ഇല്ലാത്തവർ വേണ്ട, ആ ദിവ്യമായ രൂപം മനസ്സിൽ ധ്യാനിച്ച് ഇന്നു മുതൽക്ക് ഭാര്യാഭർത്തൃബന്ധം ദൃഢമാക്കാനും മാതൃപിതൃപുത്ര പുത്രി ബന്ധം ദൃഢമാക്കാനും നമ്മുടെ വീട്ടിൽ അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതമാക്കാനും എത്രത്തോളം എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം ചെയ്യാനും ഒരു ആഴ്ചയിലോ മാസത്തിലോ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും രോഗികൾക്കും അനാഥർക്കും കുറച്ചെങ്കിലൊക്കെ നന്മ ചെയ്യാനോ വലിയ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിലും ഈ ജീവിതം അവനവന് വേണ്ടി മാത്രം മാറ്റിവെക്കാതെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാവട്ടെ ഈ മകരസംക്രാന്തി ദിവസം. 154 വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ മകരസംക്രാന്തി ദിവസമാണ് ജനിച്ചത്.
ഡേറ്റ് ജനുവരി 12 ആയിരുന്നു എങ്കിലും മകരസംക്രാന്തി ദിവസമാണ്. ഇതൊരു ഉജ്ജ്വലമായിട്ടുള്ള പുണ്യദിനവും കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ആത്മീയത ഭാരമാകാത്ത വിധത്തിൽ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാകട്ടെ, ഭാഗ്യമാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഈ മകരസംക്രാന്തി ദിവസത്തെ പ്രാർത്ഥനകളോടുകൂടി ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭാരതമാതാവും, ഞാൻ എടുത്തു പറയുന്നു, ഭാരതമാതാവും ഋഷീശ്വരന്മാരും യോഗി വൈദ്യന്മാരും ഈ പ്രകൃതിയുടെ ചൈതന്യത്തെ നിലനിർത്തുന്ന ഈശ്വര ചൈതന്യവും നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.